ഈ സിനിമ ഞാൻ കണ്ടതാണ്. ഇതൊരു ലോക ഗംഭീരമായ സിനിമയൊന്നുമല്ല. ഇത് എനിക്ക് വളരെ ബിലോ ആവറേജും വളരെ ലോ ക്വാളിറ്റി സിനിമയായിട്ടാണ് എനിക്കും ഫീൽ ചെയ്തിട്ടുള്ളത്. സീരിയസ്ലി സ്പീക്കിംഗ് വളരെ മോശം സിനിമയായിട്ടാണ് എനിക്കും തോന്നിയിട്ടുള്ളത്. കാരണം ഇതിൻ്റെ മേക്കിംഗ് വളരെ പുവറാണ്. ഇതിന് അതിൻ്റെതായ ടെക്നിക്കൽ ഡിഫിക്കൽട്ടീസോ സ്റ്റാൻഡേർഡ്സോ ഒക്കെ അവർ പറയുന്നുണ്ട്. അതൊന്നും പ്രേക്ഷകരായ രീതിയിൽ നമ്മൾ കേൾക്കേണ്ട കാര്യം 100% ഞാൻ യോജിക്കുന്നു. ചോദിക്കേണ്ടത് അവരുടെ മര്യാദ എന്ന് വെച്ച് പറയേണ്ടത് നമ്മുടെ മര്യാദയല്ലേ. ഇതിന് ഒരുപാട് ഫ്ലോസ് ഉണ്ട്. ധ്യാൻ്റെ 2 ദിവസത്തെ ഡേറ്റ് കിട്ടിയിട്ടാണ് അവർ 30 സീൻ ഷൂട്ട് ചെയ്തതെന്നൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ അതിൽ കാണാനും ഉണ്ട്, ഇല്ലെന്നൊന്നുമല്ല. സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? പിന്നെ എഐയുടെ അതിപ്രസരം. നിങ്ങൾക്കൊരു സിനിമ എടുക്കാൻ പറ്റില്ലെങ്കിൽ, നിങ്ങൾക്കത് കഥയായിട്ട് ഫോം ചെയ്യാൻ പറ്റില്ലെങ്കിൽ എഐയുടെ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് എന്തും ചെയ്യാൻ കഴിയുക എന്നുള്ള സിനിമ നല്ലതാണെങ്കിൽ നല്ലതാണെന്ന് പറയും, മോശമാണെങ്കിൽ മോശമെന്ന് പറയും. ഞാൻ തന്നെ പറഞ്ഞു, സീക്രട്ട് ഓഫ് കലിംഗ എനിക്ക് വളരെ മോശം സിനിമയായിട്ടാണ് തോന്നിയത്. അത് അവിടെ കഴിഞ്ഞു. പിന്നീട് വരെ അവസരം കിട്ടിയില്ലെങ്കിൽ ഇവിടെ പ്രശ്നം, ഇതിന് നിർമ്മാതാക്കൾ പറയുന്നത് ഇതിന് വ്യക്തിപരമായ രീതിയിലേക്ക് മാറുക, അതായത് നായിക കഥാപാത്രമുള്ള സിനിമകളെ മോശമായി ചിത്രീകരിക്കുക. ഇതാണ് ഇവർ പറയുന്ന പരാതി. നീ ചായ അടിച്ചാൽ മതി, നീ എന്നെ അടിക്കാൻ നിൽക്കണ്ട. ഓക്കെ. അതോടൊപ്പം തന്നെ ഇതിൻ്റെ കഥ പൂർണ്ണമായും പുറത്താക്കുന്ന രീതിയിലേക്ക് മാറുക എന്നുള്ളതാണ്. ഇങ്ങനെ കഥ പൂർണ്ണമായ രീതിയിലേക്ക് അശ്വന്ത് കോക്കിന് റിവ്യൂവിൽ മാറിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള സംശയങ്ങളൊക്കെ നിൽക്കുകയാണ്. ഈ നായിന്റെ മോനെ ഇനി ഞാൻ കൊന്നുകളയും. നീ എന്ത് പറഞ്ഞാലും എന്തിനാണ് അമേരിക്ക പോകുന്നത്? എന്തായാലും ഒരു ഭാഗത്ത് നോക്കുമ്പോഴേക്കും സീക്രട്ട് ഓഫ് കലിംഗ എന്ന സിനിമ ഒട്ടും നീതി ഉണ്ടാക്കാത്ത സിനിമയാണ്. അതിനകത്ത് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇതിൻ്റെ കഥാപരമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്, ഡയലോഗ്സിൻ്റെ ഡ്രാമാറ്റിക്സ് പരിപാടിയുണ്ട്, ഭയങ്കര ഓവർ അഭിനയമുണ്ട്. അതുകൊണ്ട് ഇപ്പം എന്താ? അല്ല, ഒന്നുമില്ല. വളരെ പ്രശ്നങ്ങൾ നിറഞ്ഞ സിനിമ തന്നെയാണ് സീക്രട്ട് ഓഫ് കലിംഗ. സീക്രട്ട് ഓഫ് കലിംഗ ധ്യാൻ്റെ 2 ദിവസത്തെ ഡേറ്റ് കാരണം ധ്യാനിനെ കുറേ അധികം സീനിൽ ഉൾപ്പെടുത്തി പെട്ടെന്ന് ഷൂട്ട് ചെയ്തിട്ടൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്, എല്ലാം ഫീൽ ചെയ്യുന്നുണ്ട്. തോന്നി അതങ്ങനെ വരൂ, അതങ്ങനെ സംഭവിക്കൂ. ഇതിൻ്റെ കഥയിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പെർഫോമൻസ് വൈസ് ഭയങ്കര ഓവറാണ്. സിനിമാറ്റോഗ്രഫി വളരെ ശോകമാണ്. സീക്വൻസുകൾ വളരെ രസമായിട്ട് ചെയ്തിട്ടുണ്ട്. അതായത് ധ്യാൻ്റെയൊക്കെ ചെറുപ്പത്തിലെ ലുക്കൊക്കെ ഉണ്ടല്ലോ, അത് നല്ല വെടിപ്പായിട്ട് വന്നിട്ടുണ്ട്. നീയാണല്ലോ കോടതി ഓടാമയില് ക്ലൈമാക്സ് പോർഷൻസും രസമുണ്ട്. സീക്വലിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. പക്ഷേ സീക്വലിലേക്ക് കൊണ്ടുപോയിട്ടെന്ത കാര്യം എയിലാണ് എടുക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ സീക്വൽ കാണാൻ എനിക്ക് താല്പര്യമില്ല. ഇത് മൊത്തം ഇത് കുറേ സീക്വൻസുകൾ ഇത് എയിൽ യൂസ് ചെയ്തേക്കാണ്. എന്തിന് എഐ? കാരണം അവർക്ക് അത്രയും വലിയൊരു വാസ്റ്റ് സീക്വൻസ് ക്രിയേറ്റ് ചെയ്യാനുള്ള ബഡ്ജറ്റ് ഇല്ല. അതുകൊണ്ട് ഈ എഐ വരുമ്പോഴേക്കും ഇത് ആർക്കും ചെയ്യാൻ പറ്റുന്ന പരിപാടിയാണ് എഐക്ക്. ഇപ്പോൾ പ്രത്യേകമായിട്ട് എന്ത് വേണ്ടത്? അതിനകത്തുള്ള പ്രോംപ്റ്റ് അടിച്ച് കൊടുത്തിട്ട് സാധനം ചെയ്താൽ മതി. എന്നിട്ട് അതിൽ വലിയ കാര്യമൊന്നുമില്ല. നിങ്ങൾ നിങ്ങളുടെ കഴിവ് ഉപയോഗിച്ച് നിങ്ങളുടെ പ്രൊഡക്ഷൻ ക്വാളിറ്റി കൂട്ടുമ്പോഴാണ് അതിന് നമുക്കൊരു സിനിമ എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലേക്ക് വരുന്നത്. ഞാൻ പോയിക്കോട്ടെ. അപമാനത്തിന് തന്നെ അപമാനമാണ് നീ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള വണ്ടർഫുൾ വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി ബെൽ ഐക്കൺ ടപ്പ് എന്ന് പറഞ്ഞ് ഇടിച്ചു പൊടിക്കുക.